അപ്പോൾ പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. വിശദാംശങ്ങൾ അശ്വതി നമുക്ക് നൽകുന്നുണ്ട്. അശ്വതി, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ എന്തുകൊണ്ടാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയത്? ഈ കുട്ടികളെയൊക്കെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ വിഷയത്തിൽ ഈ കുടുംബ വഴക്കാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. പോലീസ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഭാര്യ സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബേബി 58 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഇയാൾ വീടിനകത്ത് തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടികളാണ്, ഇവരുടെ 2 മക്കളുണ്ട്. പെൺകുട്ടികളാണ് അയൽവാസികളെ ഫോണിൽ വിളിച്ച് സംഭവം അറിയിച്ചത്. ഇവർക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇവരെ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 പേർക്കും വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട്. വളരെ ഗുരുതരമായ, അതായത് ജീവഹാനി ആയ തരത്തിലുള്ള പരിക്കുകളാണ് ഇന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കുട്ടികൾക്ക് വെട്ടേറ്റിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു കുടുംബ വഴക്കാണ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പിറവത്താണ് ഈ സംഭവം ഉണ്ടായത്. പിറവത്തിനടുത്ത് കക്കാട് ആണ് ഈ പ്രദേശം. നെടിയാനിക്കുഴി തറമറ്റത്തിൽ ബേബി, അതുപോലെ തന്നെ ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ആണ് സംഭവം. ഈ ബേബി 58 വയസ്സ്, ഇയാൾ വീടിനകത്ത് തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ച് വരികയാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളും വരും മണിക്കൂറുകളിൽ കൂടി അറിയാം. ഇത് അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ മറ്റ് വിഷ്വലുകൾ അടക്കം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ പോലീസും നാട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ അടക്കം ഉണ്ട്. അവരെല്ലാവരും ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തായാലും അവരെ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനുജ, അശ്വതി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും ഗുരുതരമായിട്ട് ഇത് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും അപകടം ഇത് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച്, ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അറിയുന്നുണ്ടോ? നിലവിൽ ഇവർക്ക് 2 പേർക്കും വെട്ടേറ്റു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. പക്ഷേ വളരെ ഗുരുതരമായി, അതായത് ഈ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അല്ല ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ കുട്ടികൾ തന്നെയാണ് ആളുകളെ വിളിച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടുകയും ഇവിടെ എത്തുകയും ഈ കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. പിറവത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് വിദഗ്ധ ചികിത്സയ്ക്ക് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ്. വെട്ടേറ്റു എന്നതാണ് ഇതിലെ പ്രശ്നം. എന്തായാലും ഇന്ന് വെളുപ്പിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവ് ബേബി വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അനുജ, വ്യക്തമാണ് അശ്വതി. പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവ് ജീവനൊടുക്കി. കക്കാട് സ്വദേശി ബേബി, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. 2 പെൺമക്കൾക്കും വെട്ടേറ്റിട്ടുണ്ട്. ഈ കുട്ടികളെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് അശ്വതിയാണ്.